വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് കൊഴുക്കട്ടയുടെ വീഡിയോ ആയിട്ടാണ്. കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ്. വളരെ ഹെൽത്തി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. കുറച്ച് വെള്ളം അടുപ്പത്ത് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കുക. അത്യാവശ്യം വലിപ്പമുള്ള 8 കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള അളവാണ് ഞാൻ ഈ പറയുന്നത്. 1.5 കപ്പ് പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടി തന്നെയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. പശുവിൻ നെയ്യാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്ന് കുഴച്ചിട്ടെടുക്കാം. വെള്ളം കുറച്ചായിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ വെള്ളത്തിൻ്റെ ചൂടിൽ ഈ പൊടി ഒരു പകുതി വേവ് ആവണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് പൊടിയിട്ടിട്ടും ചെയ്യാവുന്നതാണ്. ഈ ഒരു മെത്തേഡാകുമ്പോൾ ഒന്നും കൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. വെള്ളം നല്ല വെട്ടി തിളച്ച പാകത്തിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ പത്തിരിപ്പൊടി എന്ന് പറഞ്ഞ് വാങ്ങുന്ന പൊടി തന്നെയാണ് ഇത്. പച്ചരിപ്പൊടി എന്ന് പറയുന്നത് ഇടിയപ്പത്തിനെന്ന് പറഞ്ഞു വരുന്നതും ഇതേപോലെയുള്ള പച്ചരിപ്പൊടി തന്നെയാണ്. ഇത് നന്നായിട്ട് വെള്ളത്തിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. പൊടി ചൂടുള്ള സമയത്ത് തന്നെ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ചൂട് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ടയായിപ്പോവും. അവിടെ ഇവിടെയായിട്ട് തരികളായിട്ട് കിടക്കും. ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരെടുക്കുന്ന അരിയുടെ ആ ഒരു ഡ്രൈനെസ്സും അതുപോലെ അതിൻ്റെ ബ്രാൻഡിൻ്റെ ഒക്കെ ഡിഫറൻസ് കാരണം വെള്ളത്തിൻ്റെ അളവും ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് പറയാത്തത്. ഏകദേശം 1.5 കപ്പിൻ്റെ അടുക്കെയാണ് വെള്ളം വേണ്ടി വരിക. അപ്പോൾ 2 കപ്പ് വെള്ളം നിങ്ങൾ തിളപ്പിക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് കുഴച്ചിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ചപ്പാത്തിയുടെ ഒക്കെ മാവ് പോലെ തന്നെ ആക്കിയിട്ട് കുഴച്ചിട്ടെടുക്കാം. ഞാൻ കുത്തുന്ന അമ്മീൻ്റെ അകത്ത് ഒരു 3 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് കുത്തിയിട്ട് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഒരു വലിയ അച്ച് ശർക്കര നന്നായിട്ട് കുത്തിയിട്ട് അതും മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ ശർക്കരയും ഏലക്കായും എല്ലാം കൂടെ നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ശർക്കര ഒന്ന് അലിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നന്നാക്കി ചൂടാക്കി ശർക്കര അലിയിച്ചിട്ടെടുക്കുക. അതിനുശേഷം എന്തെങ്കിലും ഇതിനകത്ത് തരികളോ പൊടികളോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. വീണ്ടും അരിച്ചെടുത്തിട്ടുള്ള ഈ ശർക്കര ഞാനിപ്പം വാഴയുടെ ഇലയിലേക്കാണ് ഇത് ചെയ്യുന്നത്. പാത്രത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റോ തട്ടോ എന്ത് വേണമെങ്കിലും ഓരോരുത്തരും അവരുടെ എണ്ണ ഒന്ന് തടവുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് തന്നെ വെന്തതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റി വെക്കാനായിട്ട് പറ്റും. തേങ്ങ ചിരവിയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ ഇപ്പം 4 വാഴയിലായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു അളവിൽ നിങ്ങൾക്ക് ഏകദേശം 8 മുതൽ 10 ഇടിയപ്പം വരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കൊഴുക്കട്ടൻ്റെ ആ ശർക്കര 4 വാഴയിൽ വാങ്ങി വെക്കുക. ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ അടുപ്പത്ത് നമ്മുടെ ആവിച്ചെമ്പ് മാറ്റി വെക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ടുണ്ട്. വലിപ്പം കൂട്ടേ കുറയ്ക്കും. ആവിച്ചെമ്പ് വെള്ളം തിളച്ച് ആവി വരാനായി തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഇടിയപ്പം എടുത്തിട്ട് ആവിച്ചെമ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 4 എണ്ണം ഒരേ സമയം തന്നെയാണ് വെക്കുന്നത്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് 6 മുതൽ 8 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചിട്ടെടുക്കാം. ഇങ്ങനെ നിങ്ങൾ ഇടിയപ്പത്തിന്റെ കട്ടി അനുസരിച്ചിട്ടും പൊടിയുടെ ഡിഫറൻസ് അനുസരിച്ചിട്ടും സമയത്തിൽ ചെറിയ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അകത്തേക്ക് 2 ടീസ്പൂണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഏകദേശം 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പം ഒക്കെ നന്നായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുവരെ ഫോളോ ചെയ്യാത്ത ഒരാളാണ് ഫില്ലിങ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇരിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ മാവ് സ്പ്രെഡ് ആക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും ഒരേ രീതിയിൽ ഒരേ കനത്തിൽ വരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഫില്ലിങ് വെച്ചതിന് ശേഷം എല്ലാ ഭാഗത്തുനിന്നും ഇതുപോലെ അമർത്തിയിട്ട് സീൽ ചെയ്യുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയിട്ട് വിള്ളലോ പൊട്ടലോ ഒന്നുമില്ലാതെ നല്ല നീറ്റായിട്ട് ഉരുട്ടിയിട്ടെടുക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ പരിപാടി. ബാക്കിയുള്ള എല്ലാ ബോളുകളും ഇതേപോലെ ഫില്ല് ചെയ്ത് ഉരുട്ടിയിട്ടെടുക്കുക. എന്നിട്ട് ഒരു ആവിച്ചെമ്പിനകത്ത് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. 10 മുതൽ 15 മിനിറ്റ് വരെയാണ് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള സമയം. കാരണം ഫില്ലിങ് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ളതാണ്. മാവും നമുക്ക് ഓൾമോസ്റ്റ് കുക്കായിട്ടുള്ളതാണ്. ഒരു 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചിട്ടെടുക്കാം. അതിനുശേഷം
അടുപ്പത്ത് നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുക. ചൂട് തണഞ്ഞ ശേഷമാണ് നമ്മൾ ഇത് സെർവ് ചെയ്യുന്നത്. ചൂട് തണഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുറിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നീറ്റായിട്ടുള്ള ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള കൊഴുക്കട്ട നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഫില്ലിങ്ങിൻ്റെ അകത്ത് തന്നെ പഴം ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.